പിന്നെ നമ്മ കാർലങ്കാവില് തെയ്യെല്ലാം കഴിഞ്ഞിട്ട് തെയ്യക്കാറിലും പോലായി. അപ്പോൾ തെയ്യക്കാറിലും പിന്നെ യാത്രയാവുന്നതിനുള്ള സാധനങ്ങൾ എന്തെല്ലാം ഈ വർഷത്തെ പിന്നെ ചാമണ്ടി കോലധാരി ചാമണ്ടി അല്ലേ? ചാമണ്ടി കെട്ടിയത്. ചാമണ്ടി കെട്ടിയ ആളാണ്. അതായത് ഒരു 3 വർഷക്കാലം ഞാൻ ഈ തെയ്യം കാണാനായിട്ട് വന്നിട്ടുണ്ട്, വിദേശത്ത് തന്നെ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനാണ്. ഇവരിടയിൽ വളർന്നു വരുന്ന ഒരു പുതിയ തലമുറയാണ്. അപ്പൊ അത് കുടുംബം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി? ഇത് കുടുംബത്തിന്റെ പേരെന്നാ? അല്ല അങ്ങനല്ല, നിങ്ങളെ കുടുംബത്തിന്റെ കരിമണൽക്കാർ എന്ന് അറിയപ്പെടുന്നു അല്ലേ? കരിമണൽക്കാരാണ് നമ്മളെ കൂട്ടത്തിലല്ലേ അല്ലേ? നിങ്ങൾ വങ്ങാടാ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്നിടാ ചാമുണ്ടി തലമുറയ്ക്ക് ശേഷം കുഞ്ഞുമായിട്ടും കോലാട്ടം തെയ്യം കെട്ടി. നമുക്ക് ഇവൻ തെയ്യം നമുക്ക് ഭയങ്കര ഈ തെയ്യം കോലാട്ടം കെട്ടി കുഞ്ഞുമാട്ടം കെട്ടി ഇവന്റെ തെയ്യം നമുക്ക് ഭയങ്കര അട്രാക്ഷൻ. അതുകൊണ്ടാണ് ഇവൻ ഗൾഫിൽ നിന്ന് ലീവാക്കുന്നത്. ഇതിന്റെ പ്രത്യേക ഒരു കാര്യം പറഞ്ഞാൽ, അതായത് ഇവനൊരു നമ്മൾ ചെറിയ സമയം മുതലേ ഇവനോട് ചെണ്ട മുട്ടിക്കൊണ്ട് കാവലി ചെറിയ തലമുറ നമ്മൾ വേണുവോട്ടൻ നമുക്ക് പണ്ടേ പരിചയം. വേണുവോട്ടൻ നല്ല ചെണ്ടക്കാരനാണ്. ഇവനോട് തെയ്യം കെട്ടി കണ്ടിട്ടില്ല. പക്ഷെ വേണുവോട്ടന് നടക്കാത്തൊരു കാര്യം ഇവനിലൂടെ നേടി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് എത്ര നന്നായിട്ട് ഓന് പ്രസന്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിലും വലിയ കാര്യം. അതിനെ എപ്പോഴും നമ്മൾ ഇവനെ അപ്രീഷിയേറ്റ് ചെയ്ത് പറ്റും. വെരി ബ്രില്യന്റ് ആയിട്ടുള്ള വടക്കൻ മലബാറിൽ ഇത്തരം പല കാഴ്ചകളുണ്ട്. ഇത് കുടുംബക്കാരാ? അമ്മ ആണല്ലേ? അമ്മ ഇത് എന്റെ വലിച്ചൻ. ആണല്ലേ? ഇത് വലിച്ചൻ. ഇത് വലിച്ചനാ? ഇത് എന്റെ മച്ചനാമാൻ. ഇത് വെല്ലുമ്മ. ആണല്ലേ? എന്തെല്ലാം എന്റെ ഒപ്പരല്ലേ അച്ഛന്റെ മകള് ഉഷാറല്ലേ? അതെ അതെ. പണിക്ക് മുതിർന്ന കരിമണക്കാരൻ എന്നിട്ട് പണിക്ക് ഉഷാർ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇപ്പൊ തെയ്യത്തിന്റെ ക്ഷീണമെല്ലാം കഴിഞ്ഞിട്ടില്ല, അദ്ദേഹം ചെയ്താണ്. ഇവരെല്ലാം നിങ്ങളെ ആൾക്കാരനല്ലേ? ഉഷാറല്ലേ? എന്നിട്ട് എങ്ങനെയുണ്ട് ഇന്നത്തെ തെയ്യത്തിന്റെ അനുഭവങ്ങൾ? ആണല്ലേ? പിന്നെ എങ്ങനെയുണ്ട്? എല്ലാം ആയില്ലേ? എല്ലാം സാധനങ്ങളെല്ലാം കൊണ്ടുപോകല്ലേ? പട്ടുവത്ത് ഇവിടെ പട്ടുവത്ത് ഭഗവതി കെട്ടുന്ന ആണല്ലേ? ആര്? ആണല്ലേ? നമ്മൾ പട്ടുവത്ത് ഭഗവതി കെട്ടിയ ആണല്ലേ? ആളാണ്. വളരെ സന്തോഷമുണ്ട്. കാർലങ്കാവുന്ന് ഇങ്ങനത്തെ കുറച്ച് തെയ്യത്തിൻ്റെ അവസാന ആകുന്ന സമയത്ത് തെയ്യക്കാർ പോകുന്ന കുറേ കാഴ്ചകളും അതിലൊരു വൈകാരികമായിട്ടുള്ള സംഭവങ്ങളാണ്. കാരണം ഇനി അടുത്ത കൊല്ലം മാത്രമേ നമുക്ക് ഇങ്ങനെ ഒന്ന് കൂടാൻ പറ്റൂ. ആണല്ലേ? കോലധാരി നമ്മളെ പട്ടുവത്ത് ഭഗവതിൻ്റെ കോലധാരി ഇപ്രാവശ്യം കെട്ടത് ആണല്ലേ? എങ്ങനെ ഉണ്ടായിനി ഒരു അനുഭവം? എങ്ങനെ ഉണ്ടായിനി പട്ടുവത്തെ? അതെ അതെ അതെ. അപ്പം നമുക്ക് ഈ മുടി കയറുന്നതിന് മുന്നേ, ഈ ഭഗവതീൻ്റെ മുടി കയറുന്നതിൻ്റെ മുന്നേ ഒരു മനുഷ്യനാണല്ലോ. അത് കയറിക്കഴിഞ്ഞാലല്ലേ എന്നാ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അതെന്നാന്ന് ഒരു അനുഭവം ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ആണല്ലേ? ഓക്കെ ഓക്കെ. ആണല്ലേ? ഇങ്ങോട്ട് കൊണ്ടുവന്നത് വെളിച്ചന്മാരാണ്. ആണല്ലേ? അല്ലേ? നമ്മളേറ്റവും ഇപ്പം മുതിർന്ന ആളായിട്ട് അതെ. പട്ടത്ത് പകുതി വളരെ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞ പ്രാവശ്യം. എന്നിരുന്നാലും വളരെ നന്നായിട്ടുണ്ട്. അതെ അതെ. ഇത് നമ്മൾ ഏറ്റവും നല്ല മുതിർന്ന അതെ അതെ നമ്മളെ ഇവിടുത്തെ ഏകദേശം വർഷങ്ങളായിട്ട് അതായത് 30 വയസ്സ് പ്രായമായി. ഞാൻ 31 വയസ്സ്. ശരി. അപ്പൊ ചന്ദ്രവേലി ഞാൻ പ്രഭുവിനെ അറിയാലോ. നമ്മൾ ഒന്നിച്ച് തന്നെ ജനിച്ചു വളർന്നൊരു ഗ്രാമം. ഈ ഗ്രാമത്തിൽ നമ്മൾ ആദ്യം നമ്മൾ കാണുന്നത് ഈ കാർലൻ ചാമണ്ടി കെട്ടിയിട്ട് നമ്മൾ കാണുന്നത് പിന്നെ കോരട്ട. അപ്പൊ അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു സമൂഹത്തിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ചെയ്തു തരാൻ പറ്റും ഭയങ്കര അത് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻസ്പിറേഷനാണ്. എല്ലാവരുടെ മനസ്സിലും നമുക്ക് ആ ഒരു പരമ്പരാഗതമായിട്ടാണ് കൊണ്ടുപോകാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. അതെങ്ങനെ കൺവേർട്ട് ചെയ്യുന്നുള്ളത് കോരാട്ടന്റെ കഴിവാണ്. അതായത് കരിമണൽക്കാരൻ കോരാട്ടനാണ്. ഇനി ബാക്കി പറയാനുള്ളത് അവരാരും പറയും. ആയിക്കോട്ടെ. അപ്പൊ എന്തെല്ലാന്ന് എടുത്തേ കാർലങ്കാവത്തെ ഇപ്രായത്തെ പരിപാടി? ഉഷാറായില്ലേ? സംതൃപ്തിയായിട്ടുണ്ട്. കോരമണിക്കാരെല്ലാം പോലെ കാലങ്ങളായിട്ട്
കരിമണൽക്കാരൻ കോരനല്ലേ പറയുന്നത്? കരിമണൽക്കാരൻ കോരൻ. കാരണം അങ്ങനെ പേര് വിളിക്കുന്ന 10-15 വയസ്സിലെ ആളാണ്, അങ്ങനെ വിളിക്കാൻ പാടില്ല. എന്നാലും കരിമണൽക്കാരൻ തന്നെ പറയില്ലേ? അങ്ങനെ അറിയപ്പെടേ, അങ്ങനെ അറിയപ്പെടില്ലേ കോരൻ തന്നെ? അല്ല എനക്കറിയാം, എനക്കതിനെ കുറിച്ചിട്ട് പിന്നെ ആരോട് സത്യസന്ധ വലിയ അറിവൊന്നും ഇല്ലാത്ത ആളാണ്. അങ്ങനെയൊന്നും വിളിക്കില്ല എല്ലാവരും, അത് കേട്ടിട്ടുണ്ട്. അല്ലാണ്ട് എനക്കതിനെ കുറിച്ച് അറിയില്ല. ആളെ കോരാട്ടനെ വിളിക്കില്ല, കരിമണൽക്കാരൻ കോരനെ നമുക്ക് വിളിക്കാൻ കഴിയില്ല. അത്രയും വയസ്സിലെ ആളാണ് അയാൾ. നമ്മളെ ഒരു എത്രയോ കാലങ്ങളായിട്ട് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കെട്ടിയ ആൾ തന്നെയാന്ന് എനിക്ക് തോന്നുന്നു. ആണല്ലേ? അതെ, വർഷങ്ങളായിട്ട് കോരട്ടം തന്നെ ഇവിടെ കട്ടല്. വയസ്സായി ഇപ്പൊ ഇരിക്കാൻ നേതൃത്വം വഹിക്കുന്നത് പുള്ളിയാണ്. 1-2 മണിക്കൂർ സമയം ഇവിടെ കോരട്ടം ഇരിക്കണം. അങ്ങനെ ഒരു മനുഷ്യൻ എത്രയായാലും കോലം തിരിക്കുന്ന ഒരു മനുഷ്യനല്ലേ. അതെ അതെ അതെ. അത് അയാളെ ശരീരാസ്വസ്ഥ കൊണ്ട് അയാളെ ഇരിക്കില്ല. അവിടെ അയാളെ അത് മാറ്റി ചാമണ്ടി ഒഴിവാക്കിയിട്ട് ചാമണ്ടി എന്ന കോലം തിരിക്കാണ്ട് വേറെ എല്ലാം ചെയ്യും. അത് നല്ല ചെയ്യക്കാരനാണ്. നല്ല അതെ അതെ അതെ, നല്ലൊരു അഭിപ്രായം നമ്മുടെ നാട്ടിലെല്ലാം. അല്ല അവനെ കോരാട്ടല്ലേ പറയട്ടാ. ഏതായാലും എന്നെ നീ ലൈവ് പിടിച്ചാൽ കോരാട്ടം ഞാനും കൂടി നമ്മളെ അടുത്ത ബന്ധുവിലെ ആളാണ്. കോരാട്ടത്തിന് വിളിക്കുന്നത് പക്ഷേ നമ്മൾ ബഹുമാനിക്കുന്ന ആളാണ്. അതെ 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 അതെ. ഏറ്റവും കൂടുതൽ ഇവിടെ ചാമണ്ടി കെട്ടിയ വ്യക്തിത്വം വളരെ ചെറുപ്പത്തിൽ തന്നെ. എന്റെ അറിവിൽ കോരാട്ടനാണ് ഞാൻ ഏറ്റവും കൂടുതൽ. എത്ര കൊല്ലം ഓർമ്മകൾ എങ്ങനെയുണ്ട് കാർലങ്ങാവിന്റെ? തിരിച്ചറിയില്ല, എന്നാലും അങ്ങനല്ല ഒരു എത്ര കാലങ്ങളായി കോരാട്ടം തെയ്യം കെട്ടിയാടുന്നത്? അതിൽ 15 വർഷമായിട്ടുണ്ടാവും. ആണല്ലേ? ഓക്കെ ഓക്കെ, സന്തോഷം. അപ്പം നമ്മളെല്ലാവരും കാർലങ്ങാവെന്ന് പിരിയലായി. അവനെ അടുത്ത കൊല്ലം കാണാം. അടുത്ത ഇനി ഒരു 8-ാം തീയതി കരിയടിക്കലും കൂടി ഉണ്ട്. കരിയടിക്കല് അതും കൂടെ ചെയ്തിട്ട് നമ്മൾ ഇടുന്ന പിരിവില്ല. എല്ലാം അടിച്ചു വാരി എല്ലാം നാട്ടില് എല്ലാം. പിന്നെ കാർലങ്ങാവ് ഉത്സവം നമുക്ക് ഭയങ്കര എൻജോയ് ഉത്സവമാണ്. ഒരു ചെറിയ കാവ് എന്ന് പറഞ്ഞാല് ഭയങ്കര പതി കെട്ടിയിട്ടാണ് നമ്മളിൽ തേങ്ങ കഴിക്കില്ല. ഇല്ല, പതി കെട്ടുക, ബാക്കിയുള്ള സ്ഥലമെല്ലാം നമ്മ അധ്വാനിച്ചിട്ട് എന്റെ മോൻ കാണാൻ എനിക്ക്. അന്നേരം പിന്നെ അത് അങ്ങനെ കിട്ടുമല്ലോ. പിന്നെ കാവ് സംരക്ഷിക്കുക, കാവ് സംരക്ഷിക്കേണ്ട എല്ലാവിധ അതിന്റെ ആധാരം എഴുത്തും എല്ലാം നമ്മ ആക്കി വെച്ച് അത് ഒരു പിന്നെ കിഴക്കേമ്പട നമ്പീശന്മാരെ കൈമലയില്ലത്. അവരതെല്ലാം എഴുതി തരാന്ന് പറഞ്ഞു. അവര് സഹകരിക്കും. 1 ഏക്കർ 55 സെന്റ് സ്ഥലമുണ്ട്. ഇതിപ്പോ ഇപ്പൊ അത്രയും സ്ഥലമില്ല, 1 ഏക്കർ 50 സെന്റാണെന്ന് അവരെ രേഖയില്ലത്. അത്രയില്ല. അതിന്റെ FMB എല്ലാം പരിശോധിച്ചിട്ട് അത് പിന്നെ പരിശോധിച്ചിട്ട് അതിന്റെ ബാക്കിയിലെ രേഖകളെല്ലാം ആക്കി നമ്മൾ ആവശ്യം കാവ് സംരക്ഷിക്കാൻ പറ്റുന്ന എല്ലാവിധ സംവിധാനം നമ്മൾ ഈ 2025 അത് തീർക്കും. കാവ് സംരക്ഷണം പൂർത്തീകരിക്കും, സംരക്ഷിക്കും. ഉഷാർ ഉഷാർ. അപ്പം നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള വിവരങ്ങളാണ് ഈ കാവിനെ കുറിച്ചിട്ട് കിട്ടുന്നത്. അപ്പോൾ കാർലങ്ങാവ് കാവിലെ കർമ്മി ഇവിടെയുണ്ട്. അതേപോലെ നമ്മളെ സുഹൃത്താണ്, നമ്മളൊറ്റ സുഹൃത്താണ്, നമ്മളൊപ്പുറം ഉണ്ടായ വ്യക്തിത്വമാണ് രഞ്ജിത്ത്. എന്തെല്ലാമാണ് ഇവിടെ അവസ്ഥകൾ? ഈ പ്രാവശ്യത്തെ ഉത്സവം കഴിഞ്ഞു, എങ്ങനെയുണ്ട്? 6 9 21 22 ഇന്ന് കഴിഞ്ഞു, വ്യാഴാഴ്ച എല്ലാം ഭംഗിയായി കഴിഞ്ഞു. എങ്ങനെയാണ്, എന്തെല്ലാം തെയ്യങ്ങളാണ് ഇവിടെ കെട്ടിയാടിയത്? ഇവിടെ മെയിനായിട്ട് കാർലേഞ്ച വണ്ടിയാണ്. പിന്നെ പാടിയിൽ ഭഗവതി, വിഷ്ണുമൂർത്തി, വീരേന്ദ്രക്കാറും മുടന്തേമ. ആണല്ലേ? ഇത്രയും തെയ്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഒരു ഇത്രയും വർഷങ്ങളായിട്ട് കാർലങ്ങാവിൻ്റെ പുരോഗമനവും ഇത് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ല പുരോഗതിയാണ്. ഓരോ വർഷം കഴിയുമ്പോൾ ഓരോ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും ഉണ്ട്. ലേറ്റായി വർക്ക് ചെയ്യാൻ സംഭവം പോയി. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതെ അതെ, വേണോട്ട് നമ്മളെ വീഡിയോയിലൂടെ പല ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ചിർക്കാട് കാഴ്ച മാത്രമല്ല, 3 ലക്ഷത്തി സംതിങ് ആൾക്കാർ നിലവിൽ വേണോട്ടം കണ്ടിട്ടുണ്ട്. ആ വേണുവാട്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളെ ചന്ദ്രയിൽ അമ്പലത്തിലും കാർലങ്ങാവിലും ക്ഷേത്രങ്ങൾ മൊത്തം വളരെ എന്താ പറയണ്ടേ ആക്റ്റീവായിട്ട് അതാണ്. എന്തെല്ലാം നമ്മളെ ഇപ്രാവശ്യത്തെ കാർലങ്ങാവിലെ കാർലങ്ങാവ് പറഞ്ഞാൽ ഇവിടുത്തെ കാർലങ്ങാവില് വിഷ്ണുമൂർത്തിയും പിന്നെ കുളിയും തെയ്യം മാത്രമേ നമ്മൾ നാട്ടിൽ കാണുന്നൊരു തെയ്യം കാണുള്ളൂ. ബാക്കി എല്ലാം കാട്ടുമൂർത്തികളാണ്. എല്ലാം കാട്ടുമൂർത്തികളാണ്. മുടന്തേമയായാലും വീരനായാലും തിരക്കാറായാലും ബാക്കി എല്ലാ തെയ്യം കാർലങ്ങാവിൻ്റെ എല്ലാം കാട്ടുമൂർത്തികളാണ്. ഈ കാട്ടുമൂർത്തികളുടെ ഒരു ക്ഷേത്രം ഈ നമ്മുടെ ഈ പരിസരത്ത് ഈ കാർലങ്ങാവിൽ മാത്രമേ ഉള്ളൂ. അതെല്ലാം രാത്രി ഒരു 12 മണിക്ക് ശേഷം കീന് കഴിയാതെ അങ്ങനത്തെ അങ്ങനെയുള്ള രീതിയിലാണ്.
അന്നേരം ഈ കൂടുതൽ ആൾക്കാർ ദൂരത്തു നിന്നെല്ലാം വരുന്ന ഈ തെയ്യത്തിനെ മാത്രം കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഒരു പിന്നെ അത് വലിയ ഒരു ഭക്തിയായിട്ട് തന്നെ വരുന്നവരുണ്ട്. പിന്നെ രാത്രിക്ക് ആയതുകൊണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ അന്നേരം കുറയിലുണ്ട്. പക്ഷെ എന്നാലും ഈ വർഷം നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഈ നമ്മൾ ഇപ്പം ഈ ചന്ദ്രനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലം, ചന്ദ്രവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ചന്ദ്രനെല്ലൂർ ഭഗവതി ക്ഷേത്രമുണ്ട്. അവിടുത്തെ ഉത്സവം ഇത് ഈ അടുത്ത് കഴിഞ്ഞിനത്രേ. അപ്പം അതിൻ്റെയും ഈ രണ്ട് പിന്നെ ഈ കാവിൻ്റെ ഒക്കെ ഏകദേശം ഒരേ കമ്മിറ്റിക്കാരനല്ലേ? അത് പിന്നെ ഒരു നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ആചാരപ്രകാരം നടക്കുന്ന ഒരു ചടങ്ങ്. അതിൽ ക്ഷേത്രമായി കഴിഞ്ഞാലും കാവായി കഴിഞ്ഞാലും അത് നമ്മൾ രണ്ട് സ്ഥലത്ത് നമ്മൾ വളരെ ആക്റ്റീവാണ്. നമ്മളല്ല, നമ്മുടെ നാട്ടുകാർ നല്ല ആക്റ്റീവാണ്. ഓക്കെ ഓക്കെ. നമുക്ക് അത് വേർതിരിക്കുന്നില്ല. ഇതിൽ ചന്ദ്രവയൽ ഭഗവതി ക്ഷേത്രം എന്നുള്ള അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രം എന്നുള്ളതും പിന്നെ കാർലങ്കാവ് എന്ന് നമ്മൾ വേർതിരിക്കുന്നില്ല. എല്ലാ നാട്ടുകാരും നല്ല പൂർണ്ണ സഹകരണത്തോടുകൂടി വളരെ ആത്മാർത്ഥമായിട്ട് ചെറിയൊരു ഉഗ്രഹമായി കാവിൻ്റെതായിട്ടുള്ള രീതിയിൽ സംരക്ഷിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാവിൻ്റെതായിട്ടുള്ള രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ അമ്പലത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ പുരോഗമനം, പ്രകൃതിയെ നശിപ്പിക്കാതെ, അതാണ് അതിൻ്റെ ഒരു അല്ലേ, ആ ഒരു ഘടന വെച്ചിട്ട് അതേ ലെവലിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതെ അതെ അതെ, വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അത് കാവ് ശരിക്കും വരും കാലങ്ങളിൽ ഇവിടെയെല്ലാം മരങ്ങളിലും കൂടുതൽ വെച്ച് പിടിപ്പിച്ച് ആ ഒരു രീതിയിൽ തന്നെ. അതിപ്പോൾ നമുക്കിപ്പോൾ ഒരു 1.5 ഏക്കർ സ്ഥലം ഇപ്പം കാവിൻ്റെ ഇത് തന്നെയുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ഈ തെയ്യം കഴിക്കുന്ന അത്ര വരെയില്ല. അതിൻ്റെ ആചാരപ്രകാരം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നശിപ്പിക്കാതെ പൂർണ്ണമായിട്ട് നമ്മൾ പിന്നെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ വേണോട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും വിവരങ്ങളും തന്നു. വളരെ സന്തോഷം. അപ്പോൾ ഇങ്ങനെയല്ല നമ്മളെ കാർലേങ്കാവിൻ്റെ വിശേഷങ്ങൾ. ഇത് തെയ്യക്കാരുടെ പിന്നെ നിന്ന് സ്ഥലങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഇതാ കാവിൻ്റെ മെയിൻ അറിയാവുന്നത് താൽക്കാലികമായിട്ട് കിട്ടിയാണല്ലേ. അതാ ഇവിടെയെല്ലാം നല്ല കാവിൻ്റെ കാട് കാണാം എല്ലാവർക്കും. ഇവിടെ തെയ്യം പോകുന്ന ഇതെല്ലാം ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് ശരിക്കും പറഞ്ഞാൽ അല്ലേ, ആ ഒരു കാവിൻ്റെ എഫക്റ്റ് നമുക്ക് തിരിയണമെങ്കിൽ നമുക്ക് കാവിൻ്റെ സംസാരിച്ചോണ്ട് കാര്യം ഇത് എത്ര വർഷങ്ങളായിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ നീ ചിന്തിക്കണം, ഈ ഒരു മരത്തിന്റെ വലിപ്പം ജസ്റ്റ് നമുക്ക് തിങ്ക് ചെയ്യാം. ഓരോ മരത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ അങ്ങോട്ട് കയറി പോകാൻ നിലവിൽ നമുക്ക് പറ്റൂല അല്ലേ. ഇതിപ്പോ നമ്മളെ ചാമണ്ടി മണ്ടി, അതായത് കാർലങ്കാമണ്ടി എന്ന് പറയുമ്പോൾ കാവിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചാമണ്ടി എന്തെന്നാ പ്രകൃതി അല്ലേ, ശരിക്കും ഒരു പുളിങ്ങം പുറച്ചെല്ലാം പോയ ജസ്റ്റ് മരം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യും. വീഡിയോ ഒന്ന് ജസ്റ്റ് പാർത്തി നോക്കിയേ. ഈ മരത്തിന് എത്ര വർഷം പഴക്കമുണ്ടാവും? നല്ല പഴക്കമുണ്ട്. ഇതിന്റെ അടിയിൽ തന്നെ നശിച്ചിട്ട് അതിന്റെ മൊത്തം പോയി. തലമുറക്ക് പുറകുള്ള സാധനമായിരിക്കും അത്. അതെ അതെ അതെ, ഈ തലമുറക്കില്ലല്ലോ, ഇതിന് മുമ്പുള്ള സാധനമായിരിക്കും അത്. ശരിക്കും അല്ലേ, ഇതിന്റെ ഉള്ളിലല്ലേ ഇത്രയും നല്ല ചൂടല്ലേ, ഹ്യൂമിഡിറ്റി ജസ്റ്റ് നീ ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങി പോകും. അതെ 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 അതെ. അപ്പൊ ഇവിടുത്തെ കൂളിംഗ് അമ്മോ, ഓ സത്യം കേട്ടോ, വിശ്വസിക്കൂലാരും. പറയുമ്പോൾ ആൾക്കാർ പറയും അങ്ങനെ അല്ലേ. സമൂഹത്തിന്റെ ഒരു നല്ലൊരു തന്നെയാണ്. ചാമുണ്ടിക്ക് മോത്തെഴുതിയാണ്, മോത്തെഴുതി ഇതെല്ലാം ചാന്ത് കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇത് കഴിഞ്ഞ ഈ ഇന്നത്തെ ദിവസം തന്നെ ഇല്ലേ അത്. അതെ 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 അതെ. എന്തായാലും ചാമുണ്ടീന്റെ കാര്യങ്ങളിലാണല്ലേ ഇത്. ചാമുണ്ടി ഈ കാട് ചാമുണ്ടാ കാർലേങ്കാവ്. ഇവിടെ ചാമുണ്ടി ഇടുന്ന വരില്ല. ഉള്ളിലേക്ക് പോവാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പോവാ. കാവ് ഇതിനെ കുറച്ച് ആൾക്കാർ